നമ്മുടെ പ്രഭാത ഭക്ഷണം ആസ്വാദ്യകരമാക്കാൻ പറ്റിയ നല്ലൊരു ഗ്രീൻ പീസ് കറിയുടെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഈ കറി സാധാരണ ഗ്രീൻ പീസ് കറിയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. അതിൻ്റെ രുചി എടുത്തു പറയേണ്ടതാണ്. നമ്മൾ ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് വെച്ച് നോക്കിയാൽ പിന്നെ നമ്മൾ ഗ്രീൻ പീസ് ഇങ്ങനെ തന്നെ വെക്കുകയുള്ളൂ. ഈ ഗ്രീൻ പീസ് കറി ഇത്രയും ടേസ്റ്റി ആയത് എങ്ങനെയാണെന്നറിയാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിന്ദുസ് നാടൻ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കറി തയ്യാറാക്കാനായിട്ട് ഞാൻ 1/2 കിലോ ഗ്രീൻ പീസ് ആണ് എടുത്തിരിക്കുന്നത്. ഗ്രീൻ പീസ് ഒരു വലിയ ബൗളിലേക്കാക്കി നിറയെ വെള്ളം ഒഴിച്ച് വയ്ക്കാം. ഇതിനിയും രാത്രി മുഴുവൻ കുതിരാൻ വെക്കുകയാണ്. അപ്പോൾ അത് കുതിരാനായിട്ട് നന്നായിട്ട് വെള്ളം ഒഴിച്ച് വേണം നമ്മൾ വെക്കാനായിട്ട്. ഇതൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് കുതിർന്നിട്ടുണ്ട്. ഇത് നമുക്ക് കറി വെക്കാൻ തുടങ്ങാം. ഇത് 1/2 കിലോ ഗ്രീൻ പീസാണ്. ഇത് ഒരു കുക്കറിനകത്തേക്ക് ആക്കി കൊടുക്കാം. ഗ്രീൻ പീസിൻ്റെ പകുതി അളവെടുക്കുന്നവരെ ബാക്കിയുള്ളതെല്ലാം പകുതിയാക്കി എടുക്കുക. ഇതിലേക്ക് 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 സവോളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നീളത്തിലരിഞ്ഞാണ് വെച്ചേക്കുന്നത്. 3 പച്ചമുളകും ഇത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കല്ലുപ്പ്, 2 തണ്ട് കറിവേപ്പില. ഇതിലേക്ക് ഇത് വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഗ്രീൻ പീസിന്റെ മുകളിലേക്ക് വെള്ളം നിൽക്കണം, അതുപോലെ വേണം ഒഴിച്ചു കൊടുക്കാൻ. ഒന്ന് ഇളക്കി കൊടുക്കാനല്ല. ഇനി ഇത് കുക്കർ അടച്ച് അടുപ്പത്തേക്ക് വയ്ക്കാം. കുക്കർ അടുപ്പത്ത് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ഇതൊന്ന് അടച്ച് വയ്ക്കാം. ഇത് ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ 3 വിസിലും അടിച്ചിട്ടാണ് എടുക്കുന്നത്. എല്ലാ ഗ്രീൻ പീസിനും വേവ് ഒരുപോലെയല്ല, ഇതിന് അത്രയും വേവ് ആവശ്യമായിട്ടുണ്ട്. നമുക്ക് ഗ്രീൻ പീസ് വേവുമ്പോഴത്തേക്കും അതിന് വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു വലിയ മുറി തേങ്ങ ഞാൻ ചിരണ്ടി എടുത്തിട്ടുണ്ട്. അതൊരു മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ടീസ്പൂൺ ആണെങ്കിൽ 1.5 ടീസ്പൂൺ. ഇത് നമുക്ക് വെള്ളം കുറച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കറി റെഡിയാക്കാനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചിയുടെ വെളുത്തുള്ളിയുടെ പച്ചമണം ഒന്ന് മാറണം. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വേണ്ട കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നേരത്തെ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കുറച്ച് ചേർക്കുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇളക്കി കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി. എരിവ് കൂടുതൽ വേണ്ടവർ ഇതിലേക്ക് പച്ചമുളക് കൂടുതൽ ചേർത്താൽ മതി, മുളക് പൊടി കൂടുതൽ ചേർക്കണ്ട. ടീസ്പൂൺ ഗരം മസാല. പൊടികളുടെ പച്ചമണം ഒന്ന് മാറിയെടുക്കണം. ഇതിലേക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുക.
തക്കാളിക്ക ഒന്ന് വാടിയാൽ മതി, ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകണ്ട. ഇതിലേക്ക് നമ്മുടെ അരപ്പിന് വേണ്ട 1 ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിക്ക് ഒന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കും. നമുക്ക് ഈ അരപ്പൊന്ന് ഇളക്കി അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുന്നതായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ സമയത്തേക്ക് നമുക്ക് ഇതിലേക്ക് ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ അരപ്പ് തിളയ്ക്കണ്ട. ഇനി ഇതിലേക്ക് നമുക്ക് വെന്ത് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതിൻ്റെ പ്രഷർ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്നേക്കുന്നത്. ഇതിനി നമ്മുടെ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. നമ്മുടെ ഉരുളക്കിഴങ്ങൊന്നും ഉടഞ്ഞു പോകാതെ പതുക്കെ ഇളക്കി എല്ലാം അരപ്പുമായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പ് വേണമെന്ന് നോക്കണം. വേണമെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതിന് ആവശ്യത്തിന് ഉപ്പുണ്ട്. ഇനി ഞാൻ ചേർക്കുന്നില്ല. ഇത് തിളയ്ക്കണ്ട. നമ്മൾ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഈ അരപ്പും ഗ്രീൻ പീസും ഒക്കെ ആയിട്ടൊന്ന് ചേർത്ത് വരാൻ വേണ്ടിയിട്ട് ഒരിത്തിരി നേരം അടുപ്പത്ത് വെച്ച് തിളപ്പിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് തിളയ്ക്കാനായിട്ടുള്ള ഇങ്ങനെ പതഞ്ഞ് വരുമ്പോൾ തന്നെ തീ നിർത്തണം. വെട്ടി തിളപ്പിക്കണ്ട. എല്ലായിടത്തും ആ തിളയൊന്ന് വരാനായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ നടുഭാഗത്താണ് പെട്ടെന്ന് തിളയ്ക്കാൻ തുടങ്ങുന്നത്. അതുകൊണ്ടാണ് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ ചുറ്റുപാട് ഉള്ളടവും ആ കറി ഒന്ന് തിളയ്ക്കുന്ന പോലെ ആയി വരും. എന്നാൽ വെട്ടി തിളയ്ക്കുകയും വേണ്ട. ഒരു 15 സെക്കൻഡ് അങ്ങനെയൊന്ന് നമുക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനി തീ നിർത്തിയാണ്. എല്ലാ ഭാഗത്തും അതുപോലെ ചെറുതായിട്ട് ബബിൾസ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. തീ നിർത്തിയാണ്. ഇനി ഇതിനൊന്ന് കടുക് വറുത്ത് ചേർക്കണം. കടുക് വറുത്തില്ലെങ്കിൽ ഇതിപ്പോൾ കഴിക്കാൻ റെഡിയാണ്. എന്നാലും ഒരു ടേസ്റ്റിനും ഭംഗിക്കും ഒക്കെ വേണ്ടി ഒന്ന് കടുക് വറുത്ത് ചേർക്കണം. കടുക് വറുക്കാനായിട്ടുള്ള ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞ് ചേർക്കാം. 3-4. ചുവന്നുള്ളിയുടെ നിറം മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ബ്രൗൺ കളറിലേക്ക് വരുന്നുണ്ട്. ഇതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഗ്രീൻ പീസ് കറി തയ്യാറായിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം.
ഈ കറി നമുക്ക് മിക്കവാറും ഉള്ള എല്ലാ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.